പിന്നെ വേറൊരു വ്യക്തി, രണ്ടാമത്തെ വ്യക്തി നമ്മൾ വിളിച്ച് പരാമർശിക്കുന്നതാണ് ഇസഹാക്ക്. ഇസഹാക്കിൻ്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, ഇസഹാക്കിൻ്റെ ദൈവമാണെങ്കിൽ ഇസഹാക്ക് ചെയ്തതുപോലെ നമ്മൾ ചെയ്യണം. ഇസഹാക്ക് അനുഭവിച്ച നമ്മൾ പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം നോക്കുകയാണെങ്കിൽ അവിടെ ആ രാജ്യത്ത് വലിയൊരു ക്ഷാമമുണ്ടായിരുന്നു അല്ലേ? 2 മുതൽ 6 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ വചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദാനം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം ദൈവം അനുഗ്രഹിച്ചതാണ്. എബ്രഹാമിനെ അനുഗ്രഹിച്ചത് കൊണ്ട് അവൻ്റെ മക്കളായ ഇസഹാക്കിനും യാക്കോബിനും ആ അനുഗ്രഹങ്ങൾ അവരുടെ അവകാശമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ എബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ എബ്രഹാമിൻ്റെ സന്തതികളാണെങ്കിൽ എബ്രഹാമിൻ്റെ അനുഗ്രഹം എൻ്റെയും നിങ്ങളുടെയും എന്താണ്? അവകാശമാണ്. ഒന്ന് പറഞ്ഞേ, എൻ്റെ അവകാശമാണെന്ന്. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം 12-ാമത്തെ വചനമൊക്കെ വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവം ആ ക്ഷാമമുള്ള ആ അവസ്ഥയിൽ പോലും ദൈവത്തിൻ്റെ വാഗ്ദാനം എബ്രഹാമിന് ഉണ്ടായിരുന്നതുകൊണ്ട് ആ വാഗ്ദാനത്തിൻ്റെ അനുഗ്രഹം ഇസഹാക്കിനും ഉണ്ടായിരുന്നു. ഒന്ന് വായിക്കോ, ഉൽപ്പത്തി 26:12. ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അവിടെ സംഭവിച്ചെന്താണ്? നാട്ടിലൊക്കെ ക്ഷാമം. പക്ഷേ ഇസഹാക്ക് വിശ്വാസത്താൽ കൃഷി ഇറക്കിയപ്പോൾ എത്ര മേനിയാണ് വിളവ്? 100 മേനിയാണ് വിളവ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ നോക്കേണ്ടത് സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളല്ല നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാപിക്കേണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ വിളവ് 100 മേനി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ചില കാര്യങ്ങളിൽ നമുക്കൊന്ന് ദൈവത്തെ പരീക്ഷിക്കണം. അതാണ് മലാക്കായി പ്രവാചകന്റെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം പറയുന്നത്. Why don't you test me whether I will not open the windows of heaven and pour out blessings upon you that you will not have room enough to store it. ഒന്ന് വായിക്കാമോ? മലാക്കായി 3:10. അതെന്താണ്? ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ആ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രാപിക്കുവാൻ പറ്റും. ഒന്ന് വായിച്ചേ. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുക്കിളികളെ ശാസിക്കും, അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമാകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ they will call you blessed. കാരണം എന്താണ്? രാജ്യത്തെല്ലാം ക്ഷാമമാണ്, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ക്ഷാമമില്ല. രാജ്യത്തൊക്കെ ഓരോ കാര്യങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടി കിടക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ല. പ്രിയപ്പെട്ടവരെ, that is because the hand of God is upon you. അതിൻ്റെ ഉറവിടം എവിടെയാണ്? വചനം അനുസരിക്കുകയാണ്. ഇത് ദശാംശത്തിൻ്റെ ഒരു ടോക്കല്ല, പക്ഷേ ഇത് അനുസരണയുടെ ടോക്കാണ്. ദൈവത്തിൻ്റെ വചനം എവിടെ നിങ്ങൾ അനുസരിക്കുന്നുവോ അവിടെ ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങളുടെ അവകാശമാണ്. അവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമേ ഇല്ല. ഇഫ് ഗോഡ് ഹാസ് പ്രോമിസ്ഡ്, ഇറ്റ് ഈസ് an assurance that he will do it. കാരണം ഒന്ന്, അവൻ അസാധ്യമായ ഒന്നുമില്ല. 2, അവൻ ദൈവമാണ്. അവൻ്റെ വചനം മാറിപ്പോവുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇസഹാക്കിന് ആ ക്ഷാമത്തിൻ്റെ മധ്യേ അവന് സമൃദ്ധി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആർക്കൊക്കെ അങ്ങനത്തെ ഒരു അനുഭവം വേണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷാമത്തിൻ്റെ മധ്യേ സമൃദ്ധി ഉണ്ടാകുകയാണ്. ആ ദൈവം പറയുന്നത് എന്താണ്? നമ്മൾ മനുഷ്യനെ ആശ്രയിച്ച ലോകത്തിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ആരാണ് നമ്മളെ സഹായിക്കാൻ വരുന്നത്? ആ ലോകത്തിൻ്റെ രാജാവായ സാത്താനാണ്. അവൻ വന്നിരിക്കുന്നത് എന്തിനാണ്? കക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾ നിയന്ത്രിക്കുമ്പോൾ ആരാണ് നമ്മളുടെ കൂടെയുള്ളത്? ദൈവമാണ്. അവൻ വന്നിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് ജീവൻ തരുവാനും അത് സമർത്ഥമായി തരുവാനും വേണ്ടിയാണ്. ഹല്ലേലൂയ. പിന്നെയും നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ആ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ഇത്രയധികം സമൃദ്ധി കണ്ടപ്പോൾ അവിടെ ജീവിച്ചിരുന്ന ഫിലിസ്ത്യർ അവനെക്കുറിച്ച് അസൂയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ജനമായി ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ വിൽ ബി envied by the people around. ഹല്ലേലൂയ. കാരണം ഒരു അത്ഭുതകരമായ തരത്തിൽ ദൈവം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ്. ഒരു അത്ഭുതം, മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവത്തിൻ്റെ ഒരു കരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്.
ഞാൻ വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ, ഇത് വചനത്തിൽ വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവമാണ് പറയുന്നത്. ദൈവം പറയാണ്, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുകയാണ്, ഞാൻ ഇത് ചെയ്യുമെന്നുള്ളത്. There will be a difference. He makes the difference between the Israelites and the other nations. എന്തുകൊണ്ട്? ഒരേ ഒരു കാര്യം കൊണ്ട്. കാരണം എന്താണ്? അവർക്ക് ആ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. എന്ത് ബന്ധമാണ്? ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമാണ്. ഞാൻ അവരുടെ പിതാവും അവരെൻ്റെ മക്കളുമാണ്. ഞാൻ അവരുടെ പിതാവും അവരെൻ്റെ മകനും മകളുമാണെന്നുള്ളത്. ദാറ്റ് ഇസ് എ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് ആ ദൈവം നമ്മളെ കാത്ത് പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. പിന്നെ അങ്ങനെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ച ആ ഇസഹാക്ക് എന്ത് ചെയ്തു? ടാറ്റാ ഗുഡ് ബൈ പറഞ്ഞോ? ഇല്ല. 25-ാമത്തെ വചനം വായിക്കുന്നുണ്ട്. സോ ഹി ബിൽറ്റ് ആൻ altar there and called on the name of the Lord and pitched his tent there, and there Isaac's servant dug a well. Hallelujah. വായിച്ചേ. അതിനാൽ അവൻ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു. അവൻ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു. അവൻ അവിടെ കൂടാരം അടിച്ചു. ഇസഹാക്കിന്റെ ഭൃത്യന്മാർ അവിടെ ഒരു കിണർ കുഴിക്കുകയും അതിനകത്ത് വെള്ളം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അവിടെ ഹി കോൾഡ് ഓൺ ദ നെയിം ഓഫ് ദ ലോർഡ്. അവൻ ദൈവത്തിൻ്റെ കർത്തത്തിൻ്റെ കീഴിൽ അവിടെ വന്നു. അവൻ ഒരു ബലിപീഠം പണിതു. അവിടെ ഒരു ബലി അർപ്പിച്ചു. ആരെ ബലി? അവനെ തന്നെ ഒരു ബലിവസ്തുവായിട്ട്. The sense he surrendered his life. He declared that God, Jehovah is my Lord. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അനുഭവിച്ച വ്യക്തികളാണെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ആ ബലിപീഠം പണിയുവാനുള്ള ഒരു കടമയുണ്ട്. ബലിപീഠം പണിയുന്നതിനാണ്? ദൈവത്തോട് നന്ദി പറയുവാൻ വേണ്ടി. ദൈവത്തോട് നന്ദി പറയുവാൻ വേണ്ടി. ഹല്ലേലൂയ. പിന്നെയും അടുത്ത വ്യക്തി യാക്കോബ്. നമ്മൾ പറയല്ലേ, യാക്കോബിൻ്റെ ദൈവം. യാക്കോബ് ഒരു നുണയനായിരുന്നു. ഹി വാസ് എ ഡിസീവർ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ നുണയനെ ഒരു രാജകുമാരനാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. Are you with me? നമ്മളുടെ സാഹചര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ജഡത്തിൽ നമ്മൾ പാപങ്ങൾ ചെയ്ത് കാണുമായിരിക്കും. പാപം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മളുടെ അവസ്ഥ ഒരു യാക്കോബാണെങ്കിൽ പോലും ആ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ ഭുജബലത്താൽ ശക്തിയാൽ ആ ദൈവത്തിൻ്റെ കീഴിൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ യാക്കോബിനെ ഒരു രാജകുമാരനായ ഇസ്രായേലാക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ യാക്കോബ് ഒരു കള്ളനായതുകൊണ്ട്, ആ കള്ളൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് എപ്പോഴും ആ പഴയ ജീവിതമുണ്ടല്ലോ, ആ കട്ട് ജീവിച്ച ദാറ്റ് ഗിൽറ്റ് ഈസ് ഓൾവേസ് ദെയർ. അവൻ ഇവിടെ വന്നപ്പോൾ അവൻ എന്തിനാണ് അവിടെ നിന്ന് അവൻ്റെ ഭവനത്തിൽ നിന്ന് പോയത്? ഈസാവിനെ കളിപ്പിച്ചതുകൊണ്ട് അല്ലേ? ഈസാവിന് അർഹതയുള്ള ആ അവകാശം, ആ ബർത്ത് റൈറ്റ് അവൻ എടുത്തതുകൊണ്ട് ഈസാവിനെ നിന്ന് ഓടി ഒളിച്ചാണ് അവൻ പോയത്. പക്ഷേ തിരികെ വന്നപ്പോഴാണ് ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഈ തിരികെ വരവിനെ കുറിച്ച് പറയുകയാണ്. എങ്കിലും ഈസാവിനെ കണ്ടപ്പോൾ അവന് ഭയം തോന്നി. പക്ഷേ നമുക്കറിയാം, 20-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, then he erected an altar there and called it El Elohe Israel, God, the God of Israel എന്ന് പറയുന്നു. ഒന്ന് വായിക്കാവോ? അവൻ അവിടെ ഒരു ബലിപീഠം പണിതു, അതിന് എൽ എലോഹെ ഇസ്രായേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. അവിടെ തിരികെ വന്നപ്പോൾ ദൈവം അവൻ്റെ കൂടെ ഉണ്ട് എന്ന് അവന് അറിയാവുന്നത് കൊണ്ട് അവിടെ അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അത് നന്ദി പറഞ്ഞ് അവിടെ ഒരു ബലിപീഠം പണിത് ദൈവത്തിന് മഹത്വം കൊടുത്തു. പിന്നെ യാക്കോബിന് തന്നെയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, then God said to Jacob, arise, go up to Bethel and dwell there and make an altar there to God who appeared to you when you fled from the face of Esau your brother. അടുത്ത വചനം പറയുന്നത്, and Jacob said to his household and to all who were with him. 2-3 കാര്യങ്ങൾ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ദൈവത്തിന് പ്രീതികരമായ ഒരു ബലി നമ്മൾ അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ പറയുന്നത് 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. Put away the foreign gods that are among you. 2-ാമത്തെ കാര്യം, purify yourselves. 3-ാമത്തെ കാര്യം, change your garments. ഒന്ന് വായിക്കാം, ഉൽപ്പത്തി 35, 1-2. ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു, ബഥേലിലേക്ക് പോയി അവിടെ പാർക്കുക. നിന്റെ സഹോദരനായ ഏസാവിൽ നിന്ന് നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം പണിയുക.
അതുകൊണ്ട് യാക്കോബ് തൻ്റെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു. ഇനി കേൾക്കണം, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. ആ ഒരു ബലിപീഠം ഉണ്ടാക്കി ദൈവത്തിന് പ്രീതികരമായ ഒരു ബലി അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക. നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ കൂടെ കളയുക, ദൂരെ കളയുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ദൂരെ കളയേണ്ടത് നമ്മളുടെ ഹൃദയത്തിലുള്ള ഇസ്ഹാക്കുമാരെയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചിട്ട് ആ അനുഗ്രഹം തന്നെ ദൈവത്തിനെ ആരാധിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റവും വലിയ വിഗ്രഹം. അല്ലാതെ വേറെ വലിയ അമ്പലത്തിലോ പള്ളിയിലോ വേറെ സ്ഥലത്ത് പോയി എന്നാ വിഗ്രഹങ്ങളെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ സ്വന്തം ഹൃദയങ്ങളിലുള്ള വിഗ്രഹങ്ങളെയാണ് ആദ്യം കളയേണ്ടത്. അത് വേറെ ആൾക്കാരുടെ വിഗ്രഹമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നാട് നന്നാക്കാൻ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം നമ്മളെ തന്നെ നന്നാക്കണം. നമ്മുടെ ഹൃദയത്തിലുള്ള ആ വിഗ്രഹങ്ങളെയാണ് ആദ്യം എടുത്ത് വലിച്ചെറിയേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലുള്ള ഇസ്ഹാക്കുമാരെയാണ് നമ്മൾ കളയേണ്ടത്. അത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ബലിപീഠം പണിയുവാനുള്ള യോഗ്യത ഉണ്ടാകുകയുള്ളൂ. അടുത്ത പറഞ്ഞേ, എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുക. ആദ്യം പറഞ്ഞത് എന്താണ്? There is a sanctification that has to take place. There is a separation that has to take place. ഒരു വേർപാട് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. എന്തിൽ നിന്ന് വേർപാട്? പലപ്പോഴും നമ്മൾ വേർപാട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ആ സഭയിൽ നിന്ന് വേർപാട് വേണം, അല്ലെങ്കിൽ ഈ കൂട്ടരിൽ നിന്ന് വേർപാട് വേണം. അതല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ ഇസ്ഹാക്കുമാരും ആ വിഗ്രഹങ്ങളുമായിട്ടുള്ള ഒരു വേർപാടാണ് ആദ്യം വേണ്ടത്. അതില്ലെങ്കിലും നിങ്ങൾ അവിടുന്ന് വേർപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വിഗ്രഹങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ ആരാധിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിലുള്ള ആ വിഗ്രഹങ്ങളെ ആദ്യം കളയുമ്പോൾ there is a sanctification that takes place. അങ്ങനെ ആ ഒരു വേർപാട് നടന്നു കഴിയുമ്പോൾ രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട്. എന്താണ്? പ്യൂരിഫൈ yourselves. ശുദ്ധി വരുത്തി. എങ്ങനെയാണ് ശുദ്ധി വരുത്തുന്നത്? എങ്ങനെയാണ്? ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ആ വിലയേറിയ രക്തത്താൽ ശുദ്ധീകരിക്കണം. You must be justified by the blood of Jesus Christ. നമുക്കറിയാം, പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മളൊരു വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ടവരാണ്. എങ്ങനെയാണ്? വെള്ളിയോ സ്വർണ്ണമോ കൊണ്ടോ വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ടവരല്ല, പക്ഷേ കുഞ്ഞാടിൻ്റെ രക്തത്താൽ, അമൂല്യമായ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ we are precious in the sight of God. We should be justified by the blood of the Lamb of God. അങ്ങനെ ആദ്യം ഒരു sanctification, that is a separation should take place. രണ്ടാമത് ഒരു വിശുദ്ധീകരണം, there should be a justification that takes place. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വസ്ത്രങ്ങൾ മാറുക. നമ്മുടെ മാലിന്യമുള്ള വസ്ത്രങ്ങൾ മാറുക. ആൻഡ് നമ്മൾ ധരിക്കേണ്ട ദൈവത്തിൻ്റെ ആ നീതിയുടെ ആ വസ്ത്രം ധരിക്കണം. ആ നീതിയുടെ വസ്ത്രം എവിടെ കിട്ടും പ്രിയപ്പെട്ടവരെ? ആ നീതിയുടെ വസ്ത്രം കിട്ടുന്നത് കുരിശേലാണ്. യേശു ക്രിസ്തുവിൻ്റെ ആ കുരിശേല് ആ നീതിയുടെ വസ്ത്രം നമുക്ക് കിട്ടും. കാരണം എന്നാണ് ദൈവത്തിൻ്റെ വചനം 2 കൊരിന്ത്യർ 5-21 വചനത്തിൽ പറയുന്നുണ്ട്, He who knew no sin was made sin for us, that we might become the righteousness of God in him. ഒന്ന് വായിച്ചേ. അവിടെ ആ നീതീകരിക്കുന്നത് കുരിശേലാണ്. ആ കുരിശേൽ ഞാൻ യേശു ക്രിസ്തുവുമായിട്ട് ഒന്നാകുമ്പോൾ എൻ്റെ പാപവും ശാപവും എൻ്റെ നുഖങ്ങളും എല്ലാം, എനിക്ക് എതിരെയുള്ള എല്ലാം യേശു ക്രിസ്തു ഏറ്റെടുക്കുകയും എനിക്ക് കൈമാറുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. അങ്ങനെ നീതീകരിക്കണം. വൈസിസ്റ്റർ, അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഹല്ലേലൂയ. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നീതീകരിച്ച് ദൈവത്തിൻ്റെ ആ നീതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അങ്ങനെ നീതിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുമ്പോഴാണ് പിതാവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് ധൈര്യത്തോടെ പോകാൻ പറ്റും. എന്താണ്? അവിടെ ഒരു ബന്ധം സ്ഥാപിച്ചു. ഞാൻ നേരത്തെ പാപത്തിൻ്റെ ഒരു അടിമയായിരുന്നു, പക്ഷെ ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുകയാണ്. പിതാവിൻ്റെ സന്നദ്ധിയിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ അവകാശം ദൈവം നമുക്ക് തരികയാണ്. അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, For as many as believed in him, for as many as received him, God gave them a right to become children of God. അങ്ങനെയാണ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിട്ട് നമുക്കൊരു ബലി അർപ്പിക്കാൻ പറ്റുകയുള്ളൂ. Otherwise you are not qualified to come before the throne of God. നമുക്കറിയാം, പഴയ നിയമത്തിൽ ആ പ്രധാന പുരോഹിതന് ഒരു കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ ആ വിശുദ്ധ സ്ഥലത്ത് പോകാൻ പറ്റുമായിരുന്നുള്ളൂ. He could go into the holy of holies only once a year. He had to purify himself.
പക്ഷേ ഇന്ന് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ കുരിശിൽ മരിച്ചതിൻ്റെ ആ ഒരേ ഒരു ഒറ്റ അടിസ്ഥാനത്തിൽ മാത്രം എനിക്കും നിങ്ങൾക്കും ഇന്ന് പിതാവിൻ്റെ സന്നദ്ധിയിൽ ഒരു മകൻ, ഒരു മകൾ എന്നുള്ള ആ ഒരു സ്ഥാനത്തിൽ എനിക്ക് പോകുവാൻ പറ്റും. പക്ഷേ ഇത് ഇങ്ങനെ ഒരു ബലി അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ നമ്മൾ ആദ്യം എന്താണ്, ദെയർ മസ്റ്റ് ബി എ സെപ്പറേഷൻ, ഒരു സാങ്ക്ടിഫിക്കേഷൻ, പിന്നെ ഒരു ജസ്റ്റിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ നീതിയിൽ വേണം നമ്മൾ ദൈവത്തിന് മുമ്പിൽ പോകുവാനായിട്ട്. ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും നമുക്ക് ലോകത്തിൻ്റെ പറയില്ലേ, അവൻ ഓസാണോ എന്നാ ഓസി അല്ലേ, ഓസി, എല്ലാം ഓസി ആയിട്ട് ചെയ്യാൻ താല്പര്യമാണ് അല്ലേ. എവിടെ പോയാലും ഓസിയുടെ ഫുൾ ഫോം എന്താ? ഓഫ് ചാർജ് ആണോ? വാട്ട് ഇസ് ദ ഫുൾ ഫോം? എല്ലാവർക്കും ഓസി എന്ന് പറഞ്ഞാൽ ഇവനെല്ലാം വേണം, പക്ഷെ ഒന്നും കൊടുക്കാൻ പറ്റുകയില്ല അല്ലേ. എവിടെ പോയാലും അവന് അത് വേണം, ഇത് വേണം, പക്ഷെ അവന് ഒന്നും കൊടുക്കുവാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ബലി അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ബലിക്ക് ഒരു വില കൊടുക്കണം. ബലിക്ക് വില കൊടുക്കണം, അല്ലാതെ അതൊരു ബലി ആകുകയില്ല. വേറെ ആളുടെ പൈസ എടുത്തിട്ട് നമുക്ക് ബലി അർപ്പിക്കാൻ പറ്റുകയില്ല, അല്ല വേറെ ആളുടെ ഒരു ഇതിൽ നിന്ന് പറ്റുകയില്ല. യു ഹാവ് ടു പേ ദ പ്രൈസ് യുവർ സെൽഫ്. അത് നമുക്ക് വചനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം 2 സാമുവേൽ 24-ാമത്തെ അധ്യായം 18 മുതൽ 25 വരെ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം. അതിനെക്കുറിച്ച് മുഴുവനുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് 24-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? 2 സാമുവേൽ 24. ദാവീദ് അരവ്നായോട് പറഞ്ഞു, ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങൂ. നിന്റെ ഓസി എനിക്കൊന്നും വേണ്ട. എനിക്കൊരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ കർത്താവായ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയില്ല. എനിക്ക് ചെലവില്ലാത്ത ഒരു ബലി എൻ്റെ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ ഞാൻ ദൈവത്തെ ആരാധിക്കാൻ പോകാം. അല്ല, എനിക്ക് എൻ്റെ ആവശ്യങ്ങളെല്ലാം നേടിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 50 പൈസ ബാക്കിയുണ്ടായിരിക്കും, അത് ഞാൻ ദൈവത്തിന് കൊടുക്കാം. നോ, there is a price to be paid. ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിനൊരു വില കൊടുക്കണം. ബാക്കി വായിച്ച്. എനിക്ക് ഒരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ കർത്താവായ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയില്ല. സഹോദരി, നിങ്ങൾ ഇവിടെ വന്നത് തീർച്ചയായിട്ടും ഒരു വില കൊടുത്തിട്ടാണ്, അല്ലാതെ വെറുതെ നിങ്ങൾ ഇവിടെ വന്നതല്ല. യു ടുക്ക് ദ ടൈം ആൻഡ് ദ ട്രബിൾ ആൻഡ് ദി എഫേർട്ട് ടു കം ഹിയർ. ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന് ഹർത്താലിൻ്റെ ദിവസമാണ്. ചിലപ്പോൾ കല്ലേറ് കിട്ടുമായിരിക്കും, പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മുടെ കർത്താവായ ദൈവം നമ്മളെ കാത്തു വരുമായിരിക്കും, ഒന്നും സംഭവിക്കുകയില്ല. പക്ഷേ യു ഹാവ് ടേക്കൺ ആൻ എഫേർട്ട് ടു കം ഹിയർ. ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ഈ വൈകുന്നേരം അല്ലേ. അതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു 2 മണിക്കൂർ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ ജീവനും ആത്മാവും എന്ന വചനങ്ങൾ കേൾക്കുവാനും അത് ആസ്വദിക്കുവാനും വേണ്ടി നിങ്ങളിവിടെ വന്നു. ദർ ഇസ് എ പ്രൈസ് ദറ്റ് യു ഹാവ് പെയ്ഡ്. വേണം നിങ്ങളുടെ മക്കളുടെ കൂടെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാമായിരുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ, അല്ലെങ്കിൽ അടുത്ത ബാറിൽ ഇരിക്കാമായിരുന്നു, അല്ലെ ഒരു സിനിമ കാണാൻ പറ്റുന്ന നല്ല ക്രിസ്മസ് പ്രമാണിച്ച് പുതിയ സിനിമകൾ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ചെയ്യാമായിരുന്ന പല കാര്യങ്ങളും വേണ്ട എന്ന് വെച്ചിട്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിങ്ങൾ ചെലവഴിക്കാനെടുത്ത തീരുമാനത്തിന് ഒരു വില ഓരോ വ്യക്തികളും അവരുടേതായ വില കൊടുത്തിട്ടുണ്ട്. ആരും ഒന്നും കൊടുത്തിട്ട്, ചിലവർ വലിയ വിലയായിട്ട് കൊടുത്തിരിക്കുന്നത്, ചിലവർ അധികമില്ലായിരിക്കും, അതൊന്നും നോക്കണ്ട. പക്ഷേ യു ഹാവ് പെയ്ഡ് എ പ്രൈസ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലി അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു വിലയുണ്ട്. നിങ്ങൾക്ക് വിലയില്ലെങ്കിൽ നിങ്ങൾ അർപ്പിക്കുന്ന ബലിക്കും ദൈവത്തിന് മുമ്പിൽ വിലയില്ല. Are you with me? If there is no price that you are paying for the sacrifice that you are making to God, that sacrifice is worthless to God. Are you with me, my dear brother, my dear sister? So നമുക്ക് ദൈവത്തിന് വേണ്ടി നമ്മൾ ആരാധിക്കാൻ വരുമ്പോൾ ഇച്ചിരി പ്രയാസം, ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു കഷ്ടത ഉണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കഷ്ടതകൾ എത്രയാണോ അത്രയധികമാണ് ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുന്നത്. God is going to honor you because you have been faithful. You have paid a price. നമ്മൾക്കറിയാം, ദൈവത്തിൻ്റെ വചനം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു യജമാനന് എത്രയാ 50 ദിനാറ ഒരു കടമായിരുന്നു, വേറൊരു വ്യക്തി 500 ദിനാറ കടമായിരുന്നു. രണ്ടുപേരും ദൈവം ആ വ്യക്തി പറഞ്ഞു, നിങ്ങളെ ക്ഷമിച്ചിരിക്കുക, വേണ്ട. ആരാണ് കൂടുതൽ സ്നേഹിക്കുക? 500 കിഴിവ് കിട്ടുകയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. ബിക്കോസ് ഹി ഹാസ് നോൺ ദ ലവ് ഓഫ് ദ ഫാദർ മോർ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധി നോക്കുകയാണെങ്കിൽ ആരാണ് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ വേണ്ടി ആരാണ് കൂടുതൽ വില കൊടുത്തിരിക്കുന്നത്, അതനുസരിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതൽ വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് രാജാവായിരുന്നു,
ദാവീദ് പോയ ആ സ്ഥലത്ത് ദാവീദിന്റെ നോക്കുകയാണെങ്കിൽ ആ രാജ്യത്തിലെ ഒരു ഭൃത്യനാണ്. വേണമെങ്കിൽ രാജാവിന് പറയായിരുന്നു, എടാ നിന്റെ പറമ്പ് നിന്റെ ഇത് മുഴുവൻ എൻ്റെതാണെന്ന് പറയുവാൻ പോലും അധികാരമുള്ള ഒരു രാജാവാണ്. എന്താണ് പറഞ്ഞത്? അതൊന്നും കൂടെ വായിച്ചേ, 24. ദാവീദ് അരവ്നായോട് പറഞ്ഞു, ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങൂ. എനിക്ക് ഒരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ കർത്താവായ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയില്ല. അങ്ങനെ ദാവീദ് 50 ശെക്കൽ വെള്ളി കൊടുത്ത് കളവും കാളകളും വാങ്ങി. അവിടെ ബലിപീഠം പണിത് ദാവീദ് കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. കർത്താവ് ദാവീദിന്റെ പ്രാർത്ഥന കേട്ടു. ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി. For a price was paid. നമ്മൾ എന്തുമാത്രം വില കൂടുതൽ കൊടുക്കുന്നുവോ, ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനും എന്തുമാത്രം കൊടുക്കുന്നുവോ അതനുസരിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടല്ലോ നേരത്തെ. The book of Hebrews chapter 11 verse 6 says, without faith it is impossible to please God. And those who come to him must believe that he is, and that he is a rewarder of those who diligently seek him. He is a rewarder of those who diligently seek him. അവനെ അന്വേഷിക്കുന്നവനെ അവൻ അനുഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവൻ പ്രതിഫലം നൽകുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനെ നിങ്ങൾ ആരാധിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നന്ദി പറഞ്ഞു കാണും. എങ്കിലും ഇന്ന് ഈ ദിവസം നമുക്ക് ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം മുറിക്കുന്ന ശുശ്രൂഷയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം നമ്മൾ അധികം ആൾക്കാരില്ല, വ്യക്തിപരമായി ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കാരണം ദൈവത്തിൻ്റെ വചനം ഹെബ്രായർക്ക് പറയുന്നുണ്ട്, the fruit of your lips is a sacrifice of praise. നമ്മൾ ഇന്ന് ദൈവം നമ്മളിൽ നിന്ന് കാളക്കുട്ടിയോ മാടിനെയോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ നേർച്ച ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ മെഴുകുതിരി ആഗ്രഹിക്കുന്നില്ല. പിന്നെ കോഴിയോ കോഴിമുട്ടയോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന നമ്മളുടെ അധരങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ സ്തുതിപ്പ്. The fruit of our lips is a sacrifice of praise. ഇന്ന് നമുക്ക് ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് നമുക്ക് ആ ബലി ഒന്ന് അർപ്പിക്കാം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ച് അടുത്ത വർഷം ദൈവം നമ്മളെ അതിനധികം അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ. കാരണം എ പേഴ്സൺ ഹു താങ്ക്സ് ഗോഡ്, ഹു കംസ് ടു ഗോഡ് വിത്ത് എ താങ്ക്ഫുൾ ഹാർട്ട്, God loves him.